തൃശൂർ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ മുരിങ്ങൂർ ഭാഗത്ത് വൻ ഗതാഗത കുരുക്കിപ്പോൾ അനുഭവപ്പെടുകയാണ്. ഡിവൈൻ നഗർ അടിപ്പാതയിൽ രൂക്ഷമായ വെള്ളക്കെട്ടും അനുഭവപ്പെടുന്നു. അതിലേക്ക് ആദ്യം ഒന്ന് പോകാം. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജീവ് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ സൂരജ്, അവിടെ ഇത്രയധികം വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമെന്താണ്? അവിടെ കാര്യമായി മഴ പെയ്യുന്നുണ്ടായിരുന്നോ? ഇന്ന് പുലർച്ചെയൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ രാവിലെ ഒരു 6 മണിയോടൊക്കെ കൂടി മഴ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് ഇപ്പോൾ മഴ ശക്തിപ്പെട്ടു വരികയാണ്. ഇതിനിടയിലാണ് ഈ ഡിവൈൻ നഗർ അടിപ്പാത നിർമ്മാണം നടക്കുന്ന മേഖലയിലടക്കം ഈ വെള്ളക്കെട്ട് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. ഈ വെള്ളം ഒഴുകിപ്പോകാൻ കൃത്യമായ സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിന് ഇടയാക്കുന്നത്. പ്രത്യേകിച്ച് അടിപ്പാത നിർമ്മാണം നടക്കുന്ന മേഖലയാണ്. അവിടെ കൃത്യമായ കാനയടക്കം സ്ഥാപിച്ചിരുന്നില്ല, അല്ല സ്ഥാപിച്ച കാനകളിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. മുരിങ്ങൂരിലും ഈ വെള്ളക്കെട്ടുണ്ട്. മുരിങ്ങൂരിൽ നേരത്തെ തന്നെ ഈ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാന നിർമ്മിക്കുന്നതിലൊക്കെ അശാസ്ത്രീയത ഉണ്ടെന്ന് ഈ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. പക്ഷേ ഈ കാര്യമായി മഴ വിട്ടു നിന്നതുകൊണ്ട് തന്നെ അധികൃതരാരും തന്നെ ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെട്ടിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇന്ന് പുലർച്ചയോടുകൂടി മഴ ശക്തിപ്പെട്ടത്. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് വരുന്ന ട്രാക്കിലാണ് ഈ ഗതാഗത കുരുക്ക് അടക്കം അനുഭവപ്പെടുന്നത്. ഇരുചക്ര വാഹനങ്ങൾ എത്രമാത്രം പ്രയാസപ്പെട്ടാണ് അതിലൂടെ കടന്നു പോകുന്നതെന്ന് ആ ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഗതാഗത കുരുക്ക് ഈ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. പ്രധാനമായും പറയാനുള്ളത് ഈ അങ്കമാലി കഴിഞ്ഞ് വരുന്ന ആളുകൾ ഈ മാള ഭാഗത്തേക്ക് തിരിയുന്ന ഒരു ഡീവിയേഷൻ ഉണ്ട്. ഈ മുരിങ്ങൂരിന് മുൻപ് കൊരട്ടിക്ക് മുമ്പ് ആ ഡീവിയേഷൻ എടുത്ത് മാള വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ തൃശ്ശൂരിലേക്ക് എത്താൻ കഴിയും. കാരണം അത്രമാത്രം ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഹൈക്കോടതി ഈ പാലിയേക്കര ടോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹർജി പരിഗണിക്കുന്ന സമയത്ത് ജില്ലാ കളക്ടർ അടക്കം പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യമായ നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് പോകുന്നില്ല, ഇത് വലിയ പ്രതിസന്ധിക്കിടയാക്കുമെന്ന് കളക്ടർ ഇന്നലെ ഹൈക്കോടതിയിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. അതിന് പിന്നാലെയാണ് തൃശ്ശൂരിൽ പെയ്ത ചെറിയ മഴയിൽ ഇത്രമാത്രം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മഴ വീണ്ടും തൃശ്ശൂരിൽ ശക്തിപ്പെട്ടു വരികയാണ്. അങ്ങനെയെങ്കിൽ ഈ വെള്ളക്കെട്ടടക്കം രൂക്ഷമാകുന്നതിനുള്ള സാധ്യതയുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.